Got the man with the plan right here. Bringing swag with the man right here. Living it up and sipping on beer. ഡോക്ടർ എത്തിയല്ലോ. ഗുഡ് മോർണിംഗ് മഞ്ജു. ഗുഡ് മോർണിംഗ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓ താങ്ക് യു. ഹരിയേട്ട എത്തിയിട്ടില്ലേ? ഓ കേറി വാ. ഹരിയേട്ടാ ഇതാരാ വന്നേന്നൊക്കെ. ആ ഡോക്ടറോ വാ ഇരിക്കി. ചുള്ളനായിട്ടല്ലോ, എന്താ ഒരു വ്യത്യാസം ഉണ്ടല്ലേ? ആ എങ്ങനെയുണ്ട്? കിടിലനായിട്ടുണ്ട്. ടീഷർട്ടാണോ? കൂളിംഗ് ഗ്ലാസ്? നോ. ആ ഡൈ ചെയ്തിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? കിടിലൻ. അല്ല ഡോക്ടറെ, ഡൈ ഒക്കെ ചെയ്യുന്നത് നല്ലതാണോ? ഒത്തിരി കെമിക്കലൊക്കെ ചേർന്നതല്ലേ അതില്? എന്താ ചെയ്യാ, നിങ്ങളുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ വേറെ എന്താ വഴിയുള്ളത്? പ്രായമായി വരികയല്ലേ. ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അമോണിയ ഫ്രീ ഡൈ ഉപയോഗിക്കുക. രണ്ടാമത്, സ്കിൻ അലർജി ഉള്ളവർ കഴിയുന്നതും ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇതിൽ കുറേ കെമിക്കൽസും കുറേ കണ്ടൻസും ഉണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് അലർജി തരിക എന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്, അലർജി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം. അതിന് പാച്ച് ടെസ്റ്റ് എന്ന് പറയും. അതായത് കുറച്ച് ഡൈ ഉപയോഗിച്ച് ഒന്നുകിൽ കൈ മുട്ടിൻ്റെ സൈഡിലോ ചെവിയുടെ പുറകിലോ കുറച്ച് പുരട്ടി നോക്കുക. 2-3 മണിക്കൂർ ഒബ്സർവ് ചെയ്യുക. അതിൽ ഇച്ചിങ് ഉണ്ടോ അല്ലെങ്കിൽ തടിപ്പ് വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും ഫങ്ഷനോ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡൈ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 48 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് കൊടുക്കുക ആദ്യമായി ഡൈ ഉപയോഗിക്കുമ്പോൾ. പുറത്തുള്ള അപ്പിയറൻസ് മാറ്റിയത് കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിനെയും ചെറുപ്പമായി നിലനിർത്താൻ പറ്റണം. അതിന് ഡൈ അടിക്കാൻ പറ്റൂലല്ലോ.